ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ നെക്കിൻ്റെ ഇറക്കം കൂടുന്ന സമയത്ത്, ബ്ലൗസിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, ആ സമയത്ത് നെക്കിൻ്റെ ഇറക്കം കൂടുമ്പോൾ ഷോൾഡറിനും അതേപോലെ തന്നെ ആം ഹോളിനും വരുന്ന വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റേഞ്ചിന് എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്, അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നെക്കിൻ്റെ ഇറക്കം കൂടുമ്പോൾ ആം ഹോളും ഷോൾഡറും കുറയും എന്നാണ് നമ്മൾ ഈ ആരോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ വെട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് കറക്റ്റ് ചെയ്യാതെയാണ് നിങ്ങൾ വെട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വൃത്തികേടായിട്ടായിരിക്കും നമുക്ക് ആ ഒരു നെക്ക് പാറ്റേൺ വരുന്നത്. ഷോൾഡറൊക്കെ ഭയങ്കര ചുളുക്കും കാര്യങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ നെക്ക് മലന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ 2 എക്സാമ്പിൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാകും. ഞാൻ അത്ര ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ വലിയ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പ്രായമായവർക്കും അതേപോലെ തന്നെ തുടക്കക്കാർക്കൊക്കെ ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ മെത്തേഡ് പറയാം. ആദ്യത്തെ മെത്തേഡല്ല, ആദ്യത്തെ ഒരു അളവ് എടുത്തിട്ട്, ഒരു എക്സാമ്പിൾ അളവ്, നെക്കിൻ്റെ അളവ് എടുത്തിട്ട് ഞാൻ ഒരെണ്ണം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് വേറൊരു അളവ് വെച്ചിട്ടും കൂടെ പറയുമ്പോൾ അത് വരച്ചും കൂടെ കാണിച്ചു തരാം, എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ 10 ഇഞ്ച് കുഴിച്ചിട്ടാണ് ഇപ്പോൾ നെക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് ആദ്യം മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 - 2 എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ -2 എന്നുള്ളതുണ്ടല്ലോ, അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9 - 2. ഈ -2 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 8 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? മാർക്കർ കൊണ്ട് എഴുതുന്നതുകൊണ്ട് എന്തായാലും ക്ലിയർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 8 എന്ന് ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കിട്ടിയ ആൻസറിനെ 0.25 കൊണ്ട് ഗുണിക്കുക. കണ്ടോ, 0.25 കൊണ്ട് ഇൻറ്റു ചെയ്തു. 4 ഇഞ്ച് എന്നാണ് പറയാം. 0.25 4 ഇഞ്ച്. അപ്പോൾ ഈ 4 ഇഞ്ച് കൊണ്ടിട്ട് നമ്മൾ ഈ 8-നെ ഇൻറ്റു ചെയ്തു. അതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2 ഇഞ്ച്. 2 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. കണ്ടോ, ആദ്യം നമ്മൾ നെക്കിൻ്റെ ലെങ്തിൽ നിന്ന് മൈനസ് ചെയ്തു 2 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ആൻസറിനെ 4 ഇഞ്ച് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ഇഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 എന്നും പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കാം. ഈ 2 എന്നുള്ളതിനെ ഞാൻ 1 എന്നും പറഞ്ഞ് ഇങ്ങനെ മാർക്ക് ചെയ്യാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയ ആൻസറിന് നമ്മൾ 1 എന്ന് കൊടുത്തു. ഇനിയാണ് നമ്മൾ ഷോൾഡറും അതേപോലെ തന്നെ ആം ഹോളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ 2 എന്തിനാണ് കണ്ടുപിടിച്ചതെന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വഴിയെ പറയാം. ഇപ്പോൾ ഈ ഒരു ഷോൾഡറും ആം ഹോളും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു ഇക്വേഷൻ 1 വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. ഇനി ഷോൾഡർ ആൻഡ് ആം ഹോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഷോൾഡർ എത്രയാണ് വേണ്ടതെന്ന് അളന്ന് നോക്കുക. ഷോൾഡർ എനിക്കിവിടെ ഒരു 15 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളതിന് എന്താ ചെയ്യുക? 15/2 ചെയ്യും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാഫ് ഷോൾഡർ എടുക്കും അല്ലേ. 15/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7.5. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 7.5 ആണ് നമ്മൾ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് സാധാരണ എടുക്കാറുള്ള അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 7.5 അല്ല നമുക്ക് എടുക്കേണ്ടത്, കാരണം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാനിവിടെ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഞാനത് പിന്നീടാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇതിൽ തന്നെ തിരുത്തുന്നുണ്ട്. വേറൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ 7.5 × 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് × 1 അല്ല കേട്ടോ. ഇവിടെ കണ്ടോ, ആ ഒരു 7.5 × 1 എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് × 1 അല്ല. അടുത്ത സ്റ്റെപ്പ് എഴുതിയ സമയത്താണ് ഞാനത് ഓർത്തത് കേട്ടോ. -1 ആണ്. അതായത് മൈനസാണ് ആദ്യത്തെ ആ ഒരു ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, ഞാനവിടെ കുറച്ച് നേരം സ്റ്റക്കായി. ഞാനത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ കട്ട് ചെയ്തിട്ട് ഇനി കാര്യമില്ല, നമ്മൾ എഴുതിപ്പോയി, മാർക്കർ കൊണ്ട് എഴുതിപ്പോയത് കൊണ്ടിട്ട് ഞാനത് തിരുത്തുവാണേ. ഇവിടെ ഇൻറ്റു അല്ല കേട്ടോ, മൈനസാണ് കേട്ടോ ഇവിടെ.
ആദ്യത്തെ ആ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതായത് നമുക്കവിടെ 2 കിട്ടിയില്ലേ, അത് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. 7.5 മൈനസ് 2. നിങ്ങൾക്ക് ആദ്യം ആ 1 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ, ആരോ ഇട്ടേക്കുന്നത്, അത് നമ്മൾ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഞാനത് പിന്നീടാണെന്ന് എനിക്ക് പെട്ടെന്ന് കത്തിയത്, ഞാൻ എന്തോ ഒരു ഫ്ലോയിൽ എഴുതി പോയപ്പോൾ ഇൻറ്റു ഇട്ട് വെച്ച് പോയി. അത് മൈനസാണ്, -2 ആണ്. അപ്പോൾ നമുക്ക് 5.5 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 5.5 ആണ് നമ്മൾ ഷോൾഡറും അതേപോലെ തന്നെ ആം ഹോളും എടുക്കേണ്ടത്. 10 ഇഞ്ച് നമ്മൾ ബാക്ക് നെക്ക് കുഴിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു 15 നിങ്ങളുടെ അളവെന്നുണ്ടെങ്കിൽ, ഷോൾഡറിൻ്റെ അളവ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കേണ്ടത് എത്രയാണ്? 5.5 ആണ് നിങ്ങൾ എടുക്കേണ്ടത്. കണ്ടോ, ആക്ച്വലി എത്രയായിരുന്നു നമുക്ക് കിട്ടുന്നത്? 7.5 ആണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നെക്ക് ഇങ്ങനെ കൂടിയ സമയത്ത് നമ്മൾ അതിൽ നിന്നൊരു 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 5.5 ആണ് എടുക്കേണ്ടത്. ആ മൈനസ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി ഞാനത് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഇതാ കണ്ടോ, നമ്മളിങ്ങനെയാണ് മെറ്റീരിയൽ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് നെക്കൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ മുകളിലായിട്ടൊരു 2 ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുക്കുന്നത്. 2 ഇഞ്ച് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ താഴത്ത് ഒരു 2.25 വരെ കൊടുക്കാം കേട്ടോ, അതിൽ കൂടുതൽ കൊടുക്കണ്ട. പിന്നെ 2 ശരിക്കും കുറച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ ഒതുങ്ങിപ്പോവും. അപ്പോൾ കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇറക്കം നമ്മൾ 10 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുള്ളിലാണ് നമ്മൾ നെക്ക് വരയ്ക്കുന്നത്. ഞാൻ 2.75 താഴെ എടുത്തിട്ടുണ്ട് കേട്ടോ, വിട്ട് മേളിൽ 2 ആണ് എടുത്തിട്ടുള്ളത്, 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 5.5 ആണ്. അപ്പോൾ 5.5-ൽ തന്നെ ഉൾപ്പെടുന്നതാണ് കേട്ടോ ആ നെക്കിൻ്റെത്. അല്ലാണ്ട് ആ നെക്ക് വിട്ടിട്ട് നിങ്ങൾ 5.5 മാർക്ക് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് പഴയ അളവ് തന്നെ കിട്ടും, 7.5 കിട്ടും. അങ്ങനെ മാർക്ക് ചെയ്യരുത് കേട്ടോ. ആ ഒരു എൻഡ് ഇവിടം മുതൽ ഇങ്ങോട്ടേക്ക് ഇതാ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇത്രയും അളവാണ് 5.5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ആം ഹോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 5.5. കണ്ടോ, ആം ഹോളിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് അടുത്ത എക്സാമ്പിളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഞാനത് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ആം ഹോൾ അങ്ങനെ എടുത്തതെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് 5.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ താഴത്തേക്ക്, ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് താഴത്തേക്ക് 5.5 മാർക്ക് ചെയ്ത് കുഴിച്ച് പിന്നെ നമ്മൾ ചെസ്റ്റും സീമൊക്കെ ആഡ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് കർവും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവും. ഞാൻ ജസ്റ്റ് ഒരു കർവും കൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഒന്നും കാൽക്കുലേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ആം ഹോളിൻ്റെ കർവൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വേണ്ടവർ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് താഴെയൊന്നുമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതേപോലെ നമ്മൾ നെക്കും വരച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് ഒരു 10 ഇഞ്ച് വരുന്ന ആളുടെ ആം ഹോളും അതേപോലെ തന്നെ ഷോൾഡറും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് 2 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാനൊരു ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ബാക്ക് നെക്കിൻ്റെ ലെങ്ത് = 12 ഇഞ്ചെന്ന് വരും. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ നമ്പർ 2 കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ എന്തായാലും ക്ലിയർ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഷോൾഡറും ആം ഹോളും എപ്പോഴാണ് എടുക്കേണ്ടത്? നെക്ക് കൂടുന്ന സമയത്ത് എടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് സാധാരണ അളവിലുള്ളൊരു നെക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെയും ശരിയാവത്തില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ വരും. അപ്പോൾ നെക്ക് കൂടുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇങ്ങനെ എടുക്കേണ്ടത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 12 ഇഞ്ച് നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താ ചെയ്യുക? 12 - 2 ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. കണ്ടോ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? 2 ഇഞ്ച് മൈനസ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടിയ ആൻസറിനെ ഒരു 1/4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുകയാണ് നമ്മൾ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കുക. കാൽക്കുലേറ്റർ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ നമ്മൾ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഷോൾഡറും അതേപോലെ തന്നെ ആം ഹോളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ആം ഹോളിൻ്റെ ഞാൻ പറയാം, ഇങ്ങനൊരു കേസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഷോൾഡർ 14 വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ 2 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 7 കിട്ടും. നമ്മൾ ഹാഫ് ഷോൾഡർ എടുത്തു 7. ഇനി ആ കിട്ടിയ ആൻസറിന് ഞാൻ വീണ്ടും അവിടെ ഇൻറ്റു ഇട്ട് വെച്ചു. ഞാൻ എന്താണ് അങ്ങനെ എഴുതി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഇൻറ്റു അല്ല മൈനസ് ആണേ. അപ്പം ഞാനത് വീണ്ടും തിരുത്തി മൈനസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7 മൈനസ് എത്രയാണ് നമുക്ക് 1 കിട്ടിയിട്ടുണ്ടായിരുന്നത്? 2.5 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ 7 മൈനസ് ഈ 1 എന്ന് പറയുന്നത് 2.5 ആയതുകൊണ്ട് 2.5 കൊടുത്തു. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 7 മൈനസ് 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് 4.5 ആണ് ആൻസർ കിട്ടുന്നത്. 7ൽ നിന്ന് 2.5 കുറയ്ക്കുക. നമുക്ക് കിട്ടുന്ന ആൻസറാണ് നമ്മൾ ഷോൾഡറിന് എടുക്കേണ്ടത് 4.5. കാരണം അത്രയും കുറഞ്ഞ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഷോൾഡറിന് 4.5 എടുത്തു. അപ്പോൾ ആം ഹോൾ എന്താ നമ്മൾ എടുക്കുന്നത്? നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ആം ഹോളിന് കിട്ടിയ ആൻസർ തന്നെ ഷോൾഡറിനും ആം ഹോളിനും കൊടുത്തില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 5.5 ആയിരുന്നു. നമ്മൾ എപ്പോഴും ആം ഹോൾ എടുക്കുന്ന സമയത്ത് 5ൽ താഴെ എടുക്കാൻ പാടില്ല. 5ൽ താഴെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, നമുക്ക് കിട്ടത്തില്ല, അവിടെ ആം ഹോൾ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആം ഹോൾ എപ്പോഴും 5നേക്കാൾ കൂടിയ വാല്യൂ 5 മുതൽ മുകളിലേക്ക് കയറിയിട്ടുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും ആം ഹോൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4.5 എടുക്കാത്തത്, ഷോൾഡർ മാത്രം 4.5 എടുത്തത്. ആം ഹോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? 5 തൊട്ട് മുകളിലേക്ക്. ഇപ്പോൾ നമുക്ക് ഈ 4.5 എന്നുള്ളത് 5 അല്ലെങ്കിൽ 5.5 എടുത്താൽ മതി. 5.5 ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ ഷോൾഡർ എന്ന് മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമ്പിൾ 2 കൂടെ വന്നപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. 5ൽ താഴെ ആം ഹോൾ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നേരത്തെ വരച്ചതുപോലെ തന്നെ ഞാനൊന്ന് വരച്ച് കൊടുക്കുകയാണ് സിമ്പിളായിട്ട് കേട്ടോ. അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അളവൊക്കെ എഴുതി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ ഇറക്കം എത്ര വേണ്ടത്? 12 ആയിരുന്നു. നേരത്തെ വരച്ചതുപോലെ തന്നെ ഞാനൊരു നെക്ക് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 ഇഞ്ചാണ് നമുക്കിപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഇറക്കം വന്നിട്ടുള്ളത്. നമുക്ക് 5.5 ആണ് നമ്മൾ ആം ഹോളിന് എടുക്കേണ്ടത് കേട്ടോ. ഷോൾഡർ 4.5, ആം ഹോൾ എടുക്കുമ്പോഴത്തേക്കും 5.5 വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരിക്കലും 4.5 എടുക്കരുത്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്കിന് അനുസരിച്ചിട്ട് ആം ഹോളും ഷോൾഡറും കറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചുമ്മാ ഒരു റഫായിട്ടൊരു ഫിഗർ വരച്ചതാണ്, നിങ്ങൾ ഫിഗർ അധികം ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.